കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ ടെക് സ്റ്റോക്കുകളിൽ വന്ന സെല്ലിംഗ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കുന്നുണ്ട്. ജപ്പാൻ്റെ ഇൻഡെക്സ് 1.24%, ഏഷ്യ പസഫിക് ഇൻഡെക്സ് 0.3% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റിലും അമേരിക്കൻ മാർക്കറ്റിലും വന്ന വീക്ക്നെസ് ചിലപ്പോൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചേക്കാം. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി 0.42% ഉയർന്ന് 24,980 ക്ലോസിംഗ് നൽകിയത്. കഴിഞ്ഞ ദിവസം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ 634 കോടി രൂപയുടെ ബൈയിങ് നടത്തിയപ്പോൾ തുടർച്ചയായ 31ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ബൈയിങ് നടത്തുകയും 2261 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ബ്രന്റ് ക്രൂഡിൻ്റെ വില 1.7% ഇടിഞ്ഞ് $66 പെർ ബാരൽ എന്ന ലെവലിന് താഴേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ന് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രിയൽ ഡേറ്റ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ GST റേറ്റ് റാഷണലൈസേഷനുമായി ബന്ധപ്പെട്ട മീറ്റിംഗിൽ ഫിനാൻസ് മിനിസ്റ്റർ പങ്കെടുക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഡേറ്റയും ഇന്ന് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന 2 കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. GNG ഇലക്ട്രോണിക്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 22% വർദ്ധിച്ച് 285 കോടിയിൽ നിന്നും 312 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 26% വർദ്ധിച്ച് 25 കോടിയിൽ നിന്നും 32 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 32 ബേസിസ് പോയിന്റ് ഉയർന്ന് 9% നിന്നും 10.31% ഇംപ്രൂവ് ആവുകയും ചെയ്തു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 52% വർദ്ധിച്ച് 12 കോടിയിൽ നിന്നും 18 കോടിയിലേക്ക് എത്തി. ആദിത്യ ഇൻഫോടെക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 16% വർദ്ധിച്ച് 636 കോടിയിൽ നിന്നും 740 കോടിയിലേക്ക് എത്തി. എബിറ്റ 49% വർദ്ധിച്ച് 40 കോടിയിൽ നിന്നും 60 കോടിയിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 6.3% നിന്നും 8.2% ഇംപ്രൂവ് ആവുകയും നെറ്റ് പ്രോഫിറ്റ് 45% വർദ്ധിച്ച് 22 കോടിയിൽ നിന്നും 32 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് സർവോടെക് റിന്യൂവബിൾ പവർ എന്ന സ്റ്റോക്ക്. കമ്പനിക്ക് 28 കോടി രൂപയുടെ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാളേഷൻ പ്രോജക്റ്റ് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ലോയിഡ് മെറ്റൽ എനർജി എന്ന കമ്പനി കോക്കിംഗ് കോൾ മൈൻ പ്രോജക്റ്റിൻ്റെ സക്സസ്ഫുൾ ബിഡറായി മാറിയതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. ഡൈനാമിക് കേബിൾസ് എന്ന കമ്പനി അലൂമിനിയം അലോയ് സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സിനും കൂടാതെ തെർമോസിറ്റിംഗ് ഇൻസുലേറ്റഡ് ആർമേഡ് വയർ സർവൈവൽ കേബിൾസും മാനുഫാക്ചർ ചെയ്യാനുള്ള അപ്രൂവൽ അല്ലെങ്കിൽ ലൈസൻസ് BIS നിന്നും ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ഇതുവഴി കേബിൾ സെഗ്മെൻറ്റിലുള്ള റവന്യൂവിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം. IRFC ഇന്ത്യൻ റെയിൽവേക്ക് 200 കോടി രൂപയുടെ ലോങ് ടൈം ലോൺ ഫെസിലിറ്റി അനുവദിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. SRF എന്ന കമ്പനി കെമേഴ്സ് എന്ന കമ്പനിയുമായി ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കോൾട്ടെ പാട്ടീൽ BREP ഏഷ്യ 3 ഹോൾഡിംഗ്സ് എന്ന കമ്പനിയുടെ 26% സ്റ്റേക്കുകൾ അക്വയർ ചെയ്യാൻ തീരുമാനിച്ചു. HDFC ബാങ്കിന് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ S&P ഗ്ലോബൽ അവരുടെ റേറ്റിംഗ് BBB നെഗറ്റീവിൽ നിന്നും BBB സ്റ്റേബിൾ എന്ന റേറ്റിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഹീറോ മോട്ടോർ കോർപ്പ് ഹീറോ മോട്ടോറിൻ്റെ ഗ്ലാമർ X125 എന്ന മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. CCL പ്രൊഡക്റ്റ് എന്ന കമ്പനി മുകുന്ദ റിന്യൂവബിൾസിൻ്റെ 26% സ്റ്റേക്കുകൾ 9.57 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NTPC 212 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്രോജക്റ്റ് ഗുജറാത്തിലും 52 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് പവർ പ്രോജക്റ്റും കമ്മീഷൻ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്